പകൽപുരത്തിന്റെ ആനകളാണ് കാണുന്ന ഗൈസ്. ആകെ ഒന്നേ വന്നുള്ളൂ ഇപ്രാവശ്യം, എന്താണെന്നറിയില്ല, ഒന്നേ വന്നുള്ളൂ. ഇന്ന് മഴ കുറച്ചുണ്ടായിരുന്നു. അപ്പം ആ മഴയിൽ കുറച്ച് ആനകളൊക്കെ ലീവ് ഉണ്ട്. എനിക്ക് തോന്നുന്നു അവർ കുറച്ച് നേരം കിടന്നുറങ്ങിയെന്ന് തോന്നുന്നു. മഴയൊക്കെ ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് മൂടി പതച്ച് കിടക്കണ്ടേ. അപ്പോൾ ഒരു തണുപ്പൊക്കെ കിട്ടി. അപ്പം അതിൻ്റെയൊക്കെ ഇതിലാണ്. അപ്പോൾ ഇപ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം മൂന്നെണ്ണം ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം 3 ഉണ്ടാവേണ്ടിയാണ്. 2 കിടന്ന് ഉറങ്ങണിയാണെന്നൊക്കെയാണ് ആന പറയണത് കേട്ടോ. ഞാൻ ആനയോട് ചോദിച്ചായിരുന്നു. ആന ആദ്യം പോയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചായിരുന്നു. ഇവിടെ ഉണ്ട്, ഇവിടെയും ഒരു പറയണലുണ്ട്. കുറച്ചേരം ഇടാൻ പാടുള്ളൂ, നേരം ഇടാൻ പാടില്ല. ചേട്ടേ ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഇപ്പം തന്നെ തിരിച്ചു. അടുത്ത നമ്മുടെ ബ്രൈറ്റ് മൊബൈൽസിലാണ് നമ്മുടെ അടുത്ത ആന വന്ന് നിൽക്കാൻ പോണേ. അടുത്ത ആനയല്ല, ആന തന്നെയാണ് നിൽക്കാൻ പോണേ. അത് വേറെ കാര്യം. നമ്മുടെ കടയുടെ ഓണർ പറ നിറക്കണയാണ്.
കിടക്കാച്ച് ബ്ലോക്കായി വെച്ചാൽ മതി. അടിപൊളി. ഇവിടെ ഓരോരുത്തരും ആനകൾക്ക് ഡയലോഗ് ഇട്ട് കൊടുക്കൽ തുടങ്ങിയിട്ടാ. കപില പറഞ്ഞ ഇങ്ങനെ ഡയലോഗ് ഒന്നും ഇട്ട് കൊടുക്കരുത്, അപ്പോഴാണ് ആനയ്ക്ക് ഭ്രാന്തൊക്കെ കയറി പിടിക്കണത്. ഇതൊന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ ആനയുടെ മുമ്പ് വെച്ചൊന്നും പറയാൻ പാടില്ല. ഞങ്ങളൊന്നും ആനയുടെ മുമ്പ് വെച്ചൊന്നും പറയില്ല. ഇനി അടുത്ത് എപ്പോഴാണ് വെച്ചാൽ മതി. പിന്നെ അസ്സലാമലൈക്കും. ആനയ്ക്ക് അസ്സലാമലൈക്കും പറഞ്ഞു കൊടുത്താ കുഴപ്പമില്ല. ആനയ്ക്ക് കഴിക്കട്ടെ. ആന കഴിച്ചോ? കഴിക്കട്ടാ. ഇവിടെ എന്താ അധികം നേരെ നിന്നില്ലല്ലോ, എന്താ പറ്റിപ്പോയെ? അത് ഇവിടെ നിൽക്കാത്ത അതാടാ, നേരത്തെ എടുത്തുന്ന്. ഇവിടെ നേരത്തെ എടുത്തുന്ന്. അടിപൊളി മച്ചാമാരെ. ആനയുടെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു സംഭവം പറ്റി മച്ചാനെ. എന്താണെന്നറിയോ? ഞാനിപ്പോൾ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുഴപ്പമൊന്നുമില്ല, 1 ഹാൻഡാണ്, കുഴപ്പമൊന്നുമില്ല, നോ വെഹിക്കിൾസ്. ഞാൻ ഇങ്ങനെയൊന്നും ഓടിക്കാറില്ല കേട്ടോ. ആരും ഇത് അനുഗ്രഹിക്കരുത് ഓടിക്കണതനുസരിച്ചിട്ട്. ഞാൻ എന്തായാലും ഇത് എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനം ഞാൻ താങ്ക് യു പറഞ്ഞില്ല. അപ്പോൾ ഒരു താങ്കും കൂടി പറഞ്ഞിട്ട് വന്ന് ചോദിച്ചിട്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രൈറ്റ് മൊബൈൽസിൽ ആന ഒന്നും നിന്നില്ല. അത് കഷ്ടമായിപ്പോയി. 2 ആന അല്ലെങ്കിൽ 3 ആന ഉണ്ടെങ്കിൽ നമുക്ക് സുഖമാണ്. ഒരു ആന അവിടെ നിൽക്കട്ടെ, മറ്റേ ആനകൾ നമ്മുടെ അവിടെ വന്ന് നിൽക്കട്ടെ. ഇത് ആ ഒരു ആന മാത്രം എന്തിട്ട് കോപ്പാണ് അവിടെ കാട്ടിക്കൊണ്ട്. ഇവിടെ നിറച്ചും വെള്ളമാണല്ലോ ഗൈസ്. എന്തിട്ട് മഴയാണ് അവർ ഇവിടെ പേടിയാണ്. സമയം മഴയൊക്കെ എന്ന് പറഞ്ഞാൽ മഴ തന്നെ. അപ്പോൾ ഞാൻ എന്നിട്ട് ബ്രൈറ്റ് മൊബൈൽസിനോട് പറഞ്ഞേ കുഴപ്പമില്ല, പേടിക്കണ്ട, ഇനി അടുത്ത ഇതിനൊക്കെ നമുക്ക് നോക്കാമല്ല. നിങ്ങൾക്ക് എന്നെ ക്ലിയറായിട്ട് കാണാൻ പറ്റണ്ട. ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നില്ല, രാത്രിയാണുള്ള. ഞാൻ ഇപ്പോൾ വീട്ടിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. വീട്ടിൽ പോയിട്ട് വേണം കുളിച്ച് ഒന്ന് റെഡിയായി പഠിക്കാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു കിടത്തവും അല്ല, അതിന് മുമ്പ് എനിക്ക് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യണം. അത് വേറെ കാര്യം. ഇതാ വീടെത്തി മച്ചാനെ. നമ്മുടെ വീടെത്തി. നമ്മുടെ ഗ്രാൻഡ് വിത്താറ അവിടെ കിടപ്പുണ്ട്. നമ്മളിവിടെ ആഘോഷമെല്ലാം കഴിഞ്ഞ് ഒന്ന് പോ. അയ്യോ തളർന്നിക്കണേ. ഞാൻ 4:30 പോയതാണ് അങ്ങോട്ട്. 4:30 അല്ല, 4 മണി സംതിങ് ആയി. അപ്പോൾ ശരി ഗൈസ്, ഓക്കെ.
താങ്ക് യു ടു ഓൾ ഇൻ വൺ ചാനൽ. അപ്പോൾ നമ്മളെ എന്തായാലും ഒരു കോലമായി മാറി. ആനനെ കണ്ടു, എല്ലാവരെയും കണ്ടു. ശരി, ബൈ, താങ്ക് യു, തരാ.